നമസ്കാരം. ഗോതമ്പ് പുട്ട്. ഗോതമ്പ് പുട്ടിന് തേങ്ങയും ഗോതമ്പ് പൊടിയും ഉപ്പിട്ട് പുട്ടിനെ കുഴയ്ക്കണ മാതിരി കുഴയ്ക്കുക. നല്ലോണം കൈ കൊണ്ട് നരട്ടി കുഴയ്ക്കണം, കട്ടയില്ലാതെ. ഞാനിപ്പോൾ വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ ചേർത്താണ് പുട്ട് കുഴച്ചത്. പിന്നെ ഇഡ്ഡലി തട്ടിൽ ഉതിരി പുട്ടായിട്ട് ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ ഉതിരി പുട്ടിന് അതിന് എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് തേങ്ങ, പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത്, ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത്, ഞാൻ പച്ച നെല്ലിക്ക ഗ്രേറ്റ് ചെയ്തത്, ഒരു ചേഞ്ചിന് ഇതെല്ലാം കൂടി ഇട്ട് ഈ പുട്ടിൻ്റെ മാവ് മുകളിലേക്ക് വെറുതെ ഉതിരി പുട്ടായിട്ടിട്ട് 15 മിനിറ്റ് വേവിച്ചെടുത്തു. ഇന്നത്തെ രാത്രി ഡിന്നർ. അതിൻ്റെ കൂടെ ചെറുപരിപ്പ് വെച്ച്, പായസപ്പരിപ്പ് വെച്ച്